വടകരയിലെ ജനങ്ങൾക്കാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇത് രാഷ്ട്രീയ വിജയമാണ്. ഇതൊരു 100% രാഷ്ട്രീയ ബോധമുള്ളൊരു ജനതയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു. ആ വടകരയിലെ ജനങ്ങളെ ഈ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിനു വേണ്ടി ജനാധിപത്യ മതേതര മാർഗത്തിൽ സമീപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും RMPയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങൾ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, അത് അധികം വൈകാതെ പറയാം. ഓക്കെ. അല്ല, ഞാനതാ പറഞ്ഞത്, രാഷ്ട്രീയ വിജയമാണ്, വടകരയുടെ മതേതര മനസ്സിന്റെ വിജയമാണ്. ഇത് അവിടുത്തെ ജനതയുടെ പൊളിറ്റിക്കൽ സെൻസിന്റെ, അവരുടെ രാഷ്ട്രീയ ബോധത്തിന്റെ വിജയമാണ്. ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുടെ വിജയമാണ്. ഇനി മറ്റു കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ രാഘവേട്ടനെ ഉൾപ്പെടെ ഇപ്പൊ കാണുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അത് UDF പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വേണ്ടി വരും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പ് വരില്ലെന്ന BJP പ്രസിഡന്റിന്റെയും CPMന്റെയും ഉൾപ്പെടെയുള്ള ന്യായങ്ങള് വടകരയിലെ ജനങ്ങൾ തെറ്റാണ് തെളിയിച്ചിരിക്കുകയാണ്. അവിടെ ആ ജനത അർഹിക്കുന്ന ഏറ്റവും ഉചിതമായ തീരുമാനം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എടുക്കും. ഈ പ്രസ്ഥാനങ്ങളുടെ വിജയത്തിന് വേണ്ടി പാലക്കാട്ടെ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയുണ്ടാവും. ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും. എന്നെ വടകരയിലേക്ക് അയച്ചത് ജയിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ അയച്ചത്. അവരുമായിട്ടുള്ള ബന്ധത്തെ അറുത്തുമുറിച്ച് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വടകരയിലെ ജനങ്ങളുടെ ആ മനസ്സ്, ആ ജനാധിപത്യ മതേതര മനസ്സ് പാലക്കാട്ടെ ജനങ്ങളും ഉയർത്തിപ്പിടിക്കും. പാലക്കാട്ട് UDF വിജയിക്കുകയും ചെയ്യും. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. വടകരയിൽ MP ആയിരുന്ന ആൾ തൃശ്ശൂർ പോയത് വലിയൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വമേധയാ തീരുമാനം ഞാൻ ഇനി അടുത്തവണ പോയി തൃശ്ശൂർ മത്സരിക്കാന്നുള്ളതല്ല. ഒരു ഫൈറ്റ് തൃശ്ശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണമെന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് മുരളിയേട്ടൻ പോയത്. ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ 20 ഇപ്പൊ തൃശ്ശൂര് അത് സംഭവിച്ചിട്ടില്ല. പക്ഷെ മുരളിയേട്ടനെടുത്ത ആ റിസ്കിന്റെ, ആ ഒരു തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ 19 സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട്. വടകരയിൽ എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന്റെ ഗുണം, പിന്നെ BJPയെ ഫൈറ്റ് ചെയ്യാൻ എന്ത് റിസ്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഗുണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്ല, പിന്നെ അതിലേക്കൊക്കെ ഞാൻ വരാം. രാജ്യത്ത് BJPയുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഏൽക്കുന്ന തിരിച്ചടിയായിട്ടും ഈ റിസൾട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയും. ഈ ജില്ലയിലെ 13 അസംബ്ലി മണ്ഡലങ്ങളിലും UDF മുന്നേറ്റം കണ്ടു. അതിന് വോട്ട് ചെയ്യാൻ സഹായിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസമുള്ളൂ. ജില്ലയിലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷാഫിയും MK രാഘവനും 1 ലക്ഷം വോട്ടിൽ കൂടുതൽ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ സംശയത്തോടെ നോക്കിയിരുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കും. ജില്ലയിലെ 13 ഇടങ്ങളിലും UDF മുന്നേറ്റമാണ്. നന്ദി പറയുന്നു, എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം. LDFും CPMും NDAയും ജില്ലയിൽ തകർന്നടിഞ്ഞതിന്റെ കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത്. അതുപോലെ കാഫർ പ്രയോഗത്തിനുള്ള പ്രബുദ്ധ ജനതയുടെ മറുപടി